മാലാഖ നോവൽ അധ്യായം 9. പക്ഷെ പ്രകാശേട്ടൻ്റെ അമ്മ എന്നോട് കാണിക്കുന്ന തെറ്റിന് ഞാൻ അമ്മയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കേണ്ടി വരുമ്പോൾ എൻ്റെ മനസ്സിടിഞ്ഞു പോവുക. അതറിയോ പ്രകാശേട്ടന്? എടീ, നിനക്ക് ഞാനില്ലടി. അയാളെ മുറുകെ കെട്ടിപ്പിടിച്ചു. പ്രകാശേട്ടനെ ഓർത്ത് മാത്രമാണ് ഞാനെല്ലാം സഹിക്കുന്നത്. അത് മതി, നീ എന്നെ മാത്രം ഓർത്താൽ മതി. അയാളുടെ പരിണമണ ചൂടിൽ അവരുടെ അവലാദികൾ ഉരുകി. ഓട്ടോറിക്ഷയിലും 2 ബൈക്കിലുമാണ് അവർ വന്നത്. ആകെ 7 പേർ. സത്യാനന്ദൻ, ശിവരാജൻ, ഇന്ദിര, സുദർശനൻ, രമേശൻ, അജിതമ്മ, മാളുക്കുട്ടിയമ്മ. ജയപ്രകാശനും പവിത്രയും കൂടി ഓട്ടോറിക്ഷ കഴുകി തുടക്കുകയായിരുന്നു. തൻ്റെ വീട്ടിൽ വന്ന സംഘത്തെ കണ്ട് പവിത്ര ആശ്ചര്യസ്തബ്ധയായി. ജയപ്രകാശനും എന്തോ പന്തികേട് തോന്നി. എന്നാ എല്ലാവരും കൂടെ എത്ര രാവിലെ? കാര്യമുണ്ടായിട്ട് തന്നെയാണ് വന്നത്, ശിവരാജൻ ഗൗരവത്തിൽ പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടല്ലോ. മുറ്റത്ത് നിന്നോട്ട് സംസാരിക്കണോ അത് അകത്തോട്ട് കയറിയിരുന്ന് സംസാരിക്കാൻ പറ്റുമോ? ശിവമാമൻ എന്നാ വല്ലാത്തൊരു ദേഷ്യം പോലെ. വീട്ടിൽ കാണാൻ വരുന്നവരെ നിൻ്റെ അമ്മ ആട്ടി ഒഴിക്കുകയാണെന്ന് അറിഞ്ഞു. അതൊന്ന് ചോദിക്കാനും കൂടി വന്നതാ. അമ്മ ആരാട്ടി ഒഴിച്ചു? പവിത്രമോളുടെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരി കാണാൻ വന്നപ്പോൾ നിങ്ങളുടെ അമ്മ എന്താ ചെയ്തേ? വീട്ടിൽ കയറ്റിയില്ല, സംസാരിക്കാൻ സമ്മതിച്ചില്ല. അമ്മയ്ക്ക് അവളുടെ സംസാരവും പെരുമാറ്റവും ഇഷ്ടപ്പെട്ടില്ല. അമ്മയെ അവൾ പ്രാന്തിന്ന് വിളിച്ചു. അന്നേരം അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞോണം. പ്രകാശ, നീ പൊട്ടം കളിക്കരുത് കേട്ടോ. എന്താ സംഭവിച്ചെന്ന് പവിത്രമോള് പറയട്ടെ, സത്യാനന്ദൻ പറഞ്ഞു. ദിവ്യ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന സംഭവം പവിത്ര അതേപടി പറഞ്ഞു. രാത്രി സുഭദ്രയുടെ കാല് പിടിച്ച് ക്ഷമ പറയേണ്ടി വന്നതെന്നുകൂടി വെളിപ്പെടുത്തി. പ്രകാശ, ഇതിൽ ആരുടെ ഭാഗത്താ തെറ്റ്? നീ തന്നെ പറ, രമേശൻ ചോദിച്ചു. അമ്മയുടെ വീട്. ഈ വീട്ടിലോട്ട് വന്നവളുടെ പെരുമാറ്റം അമ്മയ്ക്ക് പിടിച്ചില്ല. അമ്മ വീട്ടിൽ കയറ്റിയില്ല, ജയപ്രകാശ് പറഞ്ഞു. അത് ശരി. സംസാരിക്കാൻ സമ്മതിക്കാത്തതോ? ശിവരാജൻ്റെ നെറ്റുടഞ്ഞു. അമ്മയുടെ സ്വഭാവം ചില നേരത്ത് അങ്ങനെ. എനിക്ക് പോലും പിടിക്കത്തില്ല. എൻ്റെ കൂട്ടുകാർ ഇവിടെ വരുമ്പോൾ അമ്മ മോശമായിട്ട് പെരുമാറിയതിന് ഞാൻ എന്തുമാത്രം വഴക്കുണ്ടാക്കിയിരിക്കുന്നു അമ്മയുടെ അടുത്ത്. നിനക്കറിയാം അമ്മയുടെ സ്വഭാവം മോശമാണെന്ന്. പിന്നെ നീ എന്തിനാണ് ഇവിടെ കൊണ്ട് അമ്മയുടെ കാല് പിടിപ്പിച്ചത്? വഴക്കു തീരാൻ വേണ്ടിയ ശിവമാമ. നമുക്ക് രാത്രി സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങണ്ടേ? ഇങ്ങനെ പോയാൽ പറ്റത്തില്ലല്ലോ പ്രകാശ. നിൻ്റെ അമ്മയെ കണ്ട് ഞങ്ങൾക്ക് സംസാരിക്കണം. കഴിഞ്ഞ ആഴ്ച പവിത്രമോളുടെ ചിറ്റ വീണ് കൈയൊടിഞ്ഞ് ആശുപത്രിയിലായി. ഒന്ന് കാണാൻ പോയിക്കോട്ടെ എന്ന് ഇവിടെ എത്ര തവണ കൊഞ്ചി ചോദിച്ചതാ. നിൻ്റെ ഫോണിലല്ലേ വിളിച്ചത്, വിവരം പറഞ്ഞതും? നീ ഇവിടെ വിട്ടോ? ശിവമാമ, ഇവിടെ ഒഴിവില്ലായിരുന്നു. കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ വേണ്ടേ കൊണ്ടുവരാൻ? എനിക്കും അതിനുള്ള സമയം കിട്ടിയില്ല. നിൻ്റെ അമ്മ സമ്മതിച്ചില്ല, അത്രയേ ഉള്ളൂ കാര്യം. നീ വെറുതെ വരട്ടുന്യായം പറയണ്ട ശിവരാശ. ഞങ്ങളുടെ പൊങ്കച്ചിനെ ഇവിടെ കല്യാണം കഴിപ്പിച്ചു വന്നത് ഇവിടുത്തെ അടുക്കള വേല ചെയ്യാനും അമ്മയുടെ കാല് പിടിക്കാനും അവരുടെ അടിമയായിട്ട് വെച്ചുകൊണ്ടിരിക്കാനുമല്ല. അവളുടെ അഭിമാനവും അവകാശവും ആവശ്യങ്ങളും ഒക്കെ നിറവേറ്റാൻ കൂടി വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ശിവരാജൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു. എല്ലാവരും വാ, ഇവൻ്റെ തള്ളയോട് സംസാരിക്കണ്ടേ? ഇവൻ പേടിച്ചിട്ടാ നമ്മളെ വീട്ടിലോട്ട് കയറ്റാത്തത്. രമേശൻ സിറ്റൗട്ടിൽ നേർക്ക് നടന്നു. പുറകെ ശിവരാജനും സത്യാനന്ദനും. അജിതാമ്മയും ചെന്നു. പവിത്ര പരിഭ്രമത്തോടെ സുദർശനോട് കൊഞ്ചി. അച്ഛാ, വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. ഞങ്ങളാരും വഴക്കിന് വന്നതല്ല, അന്യായം ചെയ്തത് ചോദിക്കാൻ വേണ്ടേ. എല്ലാവരും കൂടി വീട്ടിനകത്തേക്ക് കയറി ചെന്നപ്പോൾ സുഭദ്ര സാരി എടുത്ത് കുരുതട്ട് എവിടെയോ പോകാനൊരുങ്ങി വരികയാണ്. വീട്ടിലേക്ക് വന്നവരെ നോക്കുക പോലും ചെയ്യാതെ അവർ വാതിൽക്കലേക്ക് ചെന്നപ്പോൾ അജിതാമ്മ വാതിലിൽ അടഞ്ഞു നിന്നു. വഴി മാറ്, എനിക്ക് പോകണം, സുഭദ്ര പരുഷമായി പറഞ്ഞു. ഞങ്ങളാരും വന്നത് ചേച്ചിയെ കണ്ടിട്ടല്ലേ? ഒരക്ഷരം മിണ്ടാതെ ചേച്ചി അങ്ങോട്ടാണ് പോകുന്നത്. എനിക്ക് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ടേ. മീറ്റിങ്ങോ? നിങ്ങളൊരു മങ്ങാത്തൊലിക്കും പോകണ്ട. ഞങ്ങളെല്ലാവരും കൂടി വന്നെന്ന് കണ്ടപ്പോൾ രക്ഷപ്പെടാൻ നോക്കുന്നു. ഞങ്ങൾ സംസാരിക്കാനാണ് വന്നേ. സംസാരിച്ചിട്ട് പോയാൽ മതി. എനിക്കൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട്. പവിത്രമോളെ കാണാൻ അജിതമ്മ ഇവിടെ 5 തവണ വന്നപ്പോഴും നിങ്ങൾക്ക് ഒരിടത്തും പോകണ്ടായിരുന്നല്ലോ. അവളുടെ കാൽച്ചൂട്ടിൽ നിന്ന് മാറാതെ നിന്നില്ലേ? സത്യാനന്ദൻ ചോദിച്ചു. മാളുക്കുട്ടി ഇന്ദിരയും കൂടി ഇവിടെ വന്നപ്പോഴും നിങ്ങളൊരു അക്ഷരം മിണ്ടാൻ സമ്മതിച്ചില്ല. പവിത്രമോളെ കൊണ്ട് ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നോ? ഇത് നിങ്ങളുടെ വീടല്ലേ ഇത്? പ്രകാശ, എടാ മോനെ പ്രകാശ, ഇങ്ങോട്ട് വന്നേ. ഇവരെല്ലാവരും കൂടി എന്നെ തല്ലാൻ വന്നേക്കുന്നു. സുഭദ്ര അയൽക്കാർ കൂടി കേൾക്കാൻ പാകത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ജയപ്രകാശും പവിത്രയും കൂടി സിറ്റൗട്ടിൽ നിന്നും ഹാളിലേക്ക് കയറി. പ്രകാശ, ആ വാതിലടച്ചേക്ക്, ഇല്ലെങ്കിൽ നിൻ്റെ അമ്മ ഇറങ്ങി ഓടും. ഞാനെന്തിനാ ഓടുന്നേ? എനിക്ക് ആരെയും പേടിയില്ല. എൻ്റെ വീടായത്, സുഭദ്ര പറഞ്ഞു. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്.
ഒന്നാമത്തെ കാര്യം, പവിത്രമോളെ കാണാൻ ഞങ്ങളെ വീട്ടിൽ നിന്ന് വരുന്നവരോട് മാന്യമായിട്ട് പെരുമാറണം. ഇന്നേ വരെ ഈ സ്ത്രീ ഞങ്ങളെ വീട്ടിൽ നിന്ന് വന്നവരോട് കയറിയിരിക്കാൻ പോലും പറഞ്ഞിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തില്ല. പവിത്രമോൾ കണ്ടില്ലെങ്കിൽ അവളിവിടെ ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കും. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ആരെങ്കിലും പവിത്രമോളോട് സംസാരിക്കുമ്പോൾ ഒരു പാരയായിട്ട് ഇടയ്ക്ക് കയറി വന്ന് നിൽക്കണ്ട. മൂന്നാമത്തെ കാര്യം, ഞങ്ങൾ അവൾക്കൊരു ഫോൺ കൊടുത്തയക്കും. അതിൽ വിളിച്ചിട്ട് സംസാരിക്കും. അത് പറ്റത്തില്ലെങ്കിൽ ഇവരെപ്പം തന്നെ വിവരം പറയണം. ബാക്കി ഞങ്ങൾ നോക്കിക്കൊള്ളാം. ശിവരാജൻ മറുപടിക്കായി സുഭദ്രയും ജയപ്രകാശിനെയും നോക്കി. അധ്യായം 16. അവധി ദിവസങ്ങൾ കാറ്റത്തെ കരിയിലകൾ പോലെ പറന്നകന്ന് പോവുകയാണ്. തിരിച്ചു പോകേണ്ട തീയതി അടുത്തു വരുന്തോറും ജിബിയയ്ക്ക് വേവലാതിയായി. നഴ്സിംഗ് പഠനം ഉപേക്ഷിച്ചിട്ട് മറ്റെന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് അവൾ ബിൻസിയോട് പല ആവർത്തി കൊഞ്ചി നോക്കി. രൂപ എത്രായിരം കൊടുത്തതാ അവിടെ അഡ്മിഷന് വേണ്ടിയിട്ട്? അത് വല്ലതും തിരിച്ചു കിട്ടുമോ? ഇല്ലല്ലോ. കിടപ്പാടം പണയം വെച്ചാൽ കാശ. നിനക്ക് ചുമ്മാ നാക്ക് വളച്ച് പറഞ്ഞാൽ മതി. അതിൻ്റെ കഷ്ടപ്പാട് മുഴുവൻ സഹിക്കേണ്ടത് എൻ്റെ പപ്പയാണ്. ബിൻസി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായിരുന്നു. ഞാനിവിടെ എവിടെയെങ്കിലും ജോലിക്ക് പോകാം. ജിവിയെ ബാധിച്ചു. +2 വരെ പഠിച്ചാൽ നിനക്ക് എന്നാ ജോലി കിട്ടാനാ? ഡിഗ്രിക്കാൽ പോലും തെണ്ടി നടക്കുക. ഞാൻ ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേളായിട്ട് നിൽക്കാം. അതല്ലെങ്കിൽ ഹോം നഴ്സായിട്ട് പോയിക്കോളാം. നീ ഇപ്പോൾ ജോലി ചെയ്തൊന്നും ഉണ്ടാക്കണ്ട. നിന്നെ ഒരു കോഴ്സ് പഠിക്കാൻ വിട്ടതാണെങ്കിൽ അത് പഠിച്ചാൽ മാത്രം മതി. എനിക്ക് ആ നരകത്തിലോട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ തല തെരുക്കുക. എന്തൊരു കഷ്ടപ്പാടാ. കഷ്ടപ്പെടണോടെ, അല്ലാതെ ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത്. ഈ മമ്മിക്കൊരു മനസാക്ഷിയില്ല. പപ്പയോട് പറയുന്നതാ ഇതിനേക്കാളും ഭേദം. ഞാനേ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, വീട്ടിലുള്ള എല്ലാവരെയും കാണേണ്ടവിടാ. ബിൻസി ആ തർക്കം അവിടെ അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം ജിബിയയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. ബിൻസിയുടെ മൊബൈലിലേക്ക് പവിത്ര വിളിച്ചതാണ്. ബിയ, ഞാനാടി. എനിക്ക് നിന്നെ കാണണം. ഒന്ന് വരുമോ? നീ എവിടെയാ? ഞാനിപ്പോൾ ജണ്ടുകലിലെ വീട്ടിലാണ്. ഇന്ന് പഞ്ചായത്ത് പഠിക്കലോട്ട് വരണം. നീ എന്നാ തിരിച്ചു പോന്നേ? തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതെന്നാ, കാണുമ്പം പറയാം. ഞാൻ നാളെ വരാം. അന്നേരം നീ വീട്ടിലുണ്ടാവോ? ആ, നാളെ വാ. രാവിലെ വരണേ. എന്തിനാ രാവിലെ? നീ എങ്ങോട്ടെങ്കിലും പോകണോ? എന്തെല്ലാം പറയാനുണ്ട്, പറഞ്ഞു തീരണ്ടേ? ആ ശരിടാ, ഞാൻ വന്നേക്കാം. അടുത്ത ദിവസം രാവിലെ തന്നെ ജിവിയ അജിതാമ്മയുടെ വീട്ടിലേക്ക് പോയി. പുഴ മുറിച്ച് കിടന്ന റബ്ബർ തോട്ടത്തിലുള്ള കുറുക്ക് വഴിയെ പോയതിനാലാണ് പെട്ടെന്ന് തന്നെ അജിതാമ്മയുടെ വീട്ടിലെത്താം. ജിവിയെ കാത്തിരുന്ന പവിത്ര ഓടിയിറങ്ങി വന്ന് കെട്ടിപ്പിടിച്ചു. ആലിംഗനം വിടാതെ അവൾ കുറേ നേരം അങ്ങനെ തന്നെ നിന്നു. എന്താടി? ജിവി അവളുടെ താടിത്തുമ്പ് വിരലുകളിൽ ഉയർത്തി ചോദിച്ചു. എത്ര നാളായി നിന്നെ കണ്ടിട്ടും മിണ്ടിയിട്ടും. പ്രകാശേട്ടൻ്റെ വീട്ടിൽ എനിക്കിതിനൊന്നുമുള്ള സ്വാതന്ത്ര്യം ഇല്ലല്ലോ, പവിത്ര പറഞ്ഞു. അതെനിക്ക് നന്നേ മനസ്സിലായി. അതെന്തൊരു ദുഷ്ടയാ സ്ത്രീ. ഒന്നും പറയാതിരിക്കുക ഭേദം. എനിക്ക് പേടിയാത്തല്ലേ. ഒരൊച്ചയെടുത്ത് എൻ്റെ പേര് വിളിക്കുമ്പോൾ ഞാൻ നടുങ്ങിപ്പോവും. നീ എന്തിനാ അങ്ങനെ പേടിക്കുന്നത്? നിൻ്റെ വായിൽ നാക്കില്ലേ? ഉള്ള കാര്യം തുറന്നങ്ങ് പറയരുതോ? നിനക്കറിയാഞ്ഞിട്ട മോളെ. ഞാനെല്ലാം പറയാം, ബാ. പവിത്ര ജിവിയുടെ കൈപിടിച്ച് വീട്ടിനുള്ളിലേക്ക് നടക്കുന്നതിനിടെ പറഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ വന്നേക്കുന്നതും അവരുടെ സമ്മതത്തോടെ അല്ല. എൻ്റെ അച്ഛനും അമ്മയും മുത്തച്ഛന്മാരും മാമാരും എല്ലാവരും കൂടെ വന്ന് വഴക്കുണ്ടാക്കി കൂട്ടിക്കൊണ്ടുവന്നതാണ്. അഴുതാമ്മ ജിവിയെ കണ്ടു ചിരിച്ചു. നിന്നെ കാത്തിരിക്കുക അവള്, എൻ്റെ മോള്. നീ എന്ന് ഇവളെ കാണാൻ പോയിട്ട് വന്നപ്പോൾ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ. അത് കേട്ടിട്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നതാ. ആ തള്ളവിടത്തില്ലായിരുന്നു. ഞങ്ങൾ ഇത്തിരി വർത്തമാനം പറയട്ടെ അമ്മേ, ഇടയ്ക്ക് കയറല്ലേ. ഇവളങ്ങ് ബാംഗ്ലൂരിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. പവിത്ര ജിവിയുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിൻ്റെ വിശേഷങ്ങളൊക്കെ പറയടാ. ബാംഗ്ലൂർ പോയിട്ട് അവിടെ നല്ല സുഖമാണോ? ഇഷ്ടംപോലെ കൂട്ടുകാരൊക്കെ ഉണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകണ്ട ബാംഗ്ലൂരോട്ട്. ഞാൻ ഇട്ടിട്ട് പോകുന്നതാണ്. എൻ്റെ എല്ലാ സാധനങ്ങളും വാരിക്കെട്ടിക്കൊണ്ടുവന്നു. ജിവിയെ തൻ്റെ യാത്രയും പഠനവും ഹോസ്റ്റൽ വാസവും അടക്കം എല്ലാ ദുരിതങ്ങളും പവിത്രയുടെ മുന്നിൽ വിവരിച്ചു. ഇതൊന്നും അല്ല മോളെ ഞാൻ അനുഭവിക്കുന്നത് നോക്കിയാൽ നീ സ്വർഗത്തിലാണ്. പവിത്ര ഭർത്ത് വീട്ടിൽ താൻ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെപ്പറ്റി വിവരിച്ചു തുടങ്ങി. സമാധാനമായിട്ടൊന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? പ്രകാശേട്ടൻ്റെ അമ്മ അതിൻ്റെ മുമ്പിൽ നിൽക്കും. കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. കുളിക്കാൻ കയറിയാലും ഇങ്ങനെ തന്നെയാണ്. ഞാനും പ്രകാശേട്ടനും രാത്രി കിടക്കുമ്പോൾ അവർ വാതിക്ക വന്ന് പൂച്ചയെപ്പോലെ പതുങ്ങി നിൽക്കും. അത് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ. നമ്മളെന്തെങ്കിലും ഒരു പരാതി പ്രകാശേട്ടനോ പറയുമ്പോൾ വാതിൽ തള്ളി തുറന്നുകൊണ്ട് കയറി വരും. പിന്നെ ചെവി രണ്ടും അടച്ചു പിടിച്ചാൽ മതി. നിങ്ങൾ കഥകിന് കുറ്റിയിട്ടോണ്ടല്ലേ കിടക്കുന്നത്. ആ തള്ള സമ്മതിക്കത്തില്ലെന്നേ. നിൻ്റെ പ്രകാശേട്ടന് ഇതൊന്നും ചോദിക്കാനുള്ള തൻ്റെ ഇടയല്ലേ. അവർ സ്വൈര്യം കെടുത്തത്തില്ലെന്നേ. എതിർത്ത് വല്ലതും പറഞ്ഞു പോയാൽ പിന്നെ ആ രാത്രി കിടന്നുറങ്ങണ്ട. നാക്കിട്ടലച്ചുകൊണ്ടേയിരിക്കും. എടാ ഞാനാടാ നിന്നെ വളർത്തിയത്. ഇന്നലെ ഒരു പെണ്ണിനെ കെട്ടിയപ്പോൾ നിനക്ക് പെറ്റതല്ലേ കണ്ടുവിടല്ലേ എന്ന് അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ
ഇടയ്ക്ക് നെഞ്ചതടിക്കലും കരച്ചിലും തറാലോട്ട് കിടന്ന് ഉരുളലും. എൻ്റെ കൊച്ചെ, നമ്മൾ അന്തം വിട്ടു നിന്ന് പോകും. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ പ്രകാശേട്ടൻ വാ തുറക്കത്തില്ല. നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറ്റുന്നില്ലേ? ഒരു വാടക വീട്ടിലോട്ടെങ്ങാനും. അത് പ്രകാശേട്ടനോട് വയ്യ. പെണ്ണ് കെട്ടിയപ്പം പെറ്റ തള്ളയെ ഉപേക്ഷിച്ചെന്ന് നാട്ടുകാർ പറഞ്ഞെങ്കിലോ ഒന്നൊരു പേടി. ഭക്ഷണം കിട്ടുമോ നിനക്ക് വിശപ്പ് മാറാൻ? പ്രകാശേട്ടനില്ലാത്തപ്പോൾ അവർ വിളമ്പിത്തരുന്നത് കഴിച്ചോണം. എടി, നീയും പ്രകാശേട്ടനും കൂടി വല്ലപ്പോഴും പുറത്തു പോയി കഴിക്കുമോ? ഒരു രക്ഷയില്ല മോളെ. പ്രകാശേട്ടൻ എന്നെയും കൊണ്ട് പുറത്ത് പോകണമെന്നുണ്ടെന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങണത് വരെ തള്ള അനങ്ങാണ്ടിരിക്കും. പെട്ടെന്നൊരു നിലവിളിയും വീഴ്ചയും. നമ്മൾ നോക്കുമ്പോൾ നിലത്ത് കിടന്ന് ഉരുളുക. വയറുവേദന, ദഹനക്കേട്, ഇഞ്ചി കടിച്ച് പിഴിഞ്ഞ് നീരെടുത്തുക, അങ്ങനെയൊക്കെ ഒരു സംഭവം. എപ്പോഴും ഇതേ ഇടവേണം. ചിലപ്പോൾ തലകറക്കം, അതല്ലെങ്കിൽ കാലുവേദന. എന്നെ വിളിച്ച് 2 കാലും മാറി മാറി തടവിക്കും. വെള്ളം തിളപ്പിച്ച് ആവി പിടിപ്പിക്കും. ഇതെല്ലാം കുതന്ത്രങ്ങളാണെന്നറിയാവോ അവരുടെ കയ്യിൽ? ഇതൊക്കെ അടവാണെന്ന് നിൻ്റെ പ്രകാശേട്ടൻ അറിഞ്ഞൂടെ? അറിയാം, എല്ലാം അറിയാം. പക്ഷെ ധിക്കരിക്കാൻ പോയാൽ അതോടെ സമാധാനം പോകും. വഴക്കും പ്രാക്കും. വീട്ടിൽ ചോറ് വെക്കാതിരിക്കാൻ എന്തെല്ലാം സമരമുറകളാണെന്നറിയോ? അയൽവക്കക്കാരോട് കറിഞ്ഞ് ആ സ്ത്രീയെ ഒന്ന് ഉപദേശിച്ച നേരെയാവത്തില്ലടി. അയൽവക്കർക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ. എൻ്റെ അടുത്ത് ആരെങ്കിലും മിണ്ടാൻ വരുന്നതിന് അവർക്ക് ഇഷ്ടമല്ല. അവർ ചെന്ന് അയൽവക്കക്കാരോട് പറഞ്ഞിരിക്കുക പവിത്രയ്ക്ക് ആരും മിണ്ടാൻ ചെല്ലുന്നത് ഇഷ്ടമല്ലെന്ന്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് വേറൊന്നും. ഒന്നിനെ അടുപ്പിക്കരുത്, കണ്ണ് തെറ്റിയാൽ കൈ കിട്ടുന്ന അടിച്ചു മാറ്റും, കിഴക്കെടുത്ത് ശോഭ ആളെ പെശക, പ്രകാശനുമായിട്ട് അടുത്തുകൂടാൻ നോക്കി പാട്ടി വിട്ടതാ എന്നൊക്കെ. ചുരുക്കത്തിൽ നിനക്ക് ആരുമായിട്ട് യാതൊരു വിധത്തെ കമ്മ്യൂണിക്കേഷൻ അനുവാദമില്ല. അതല്ലേ കഷ്ടം. വീട്ടിൽ നിന്ന് പോലും ആര് വന്നാലും മിണ്ടാൻ പറ്റത്തില്ല. അവർ വന്ന് നടുക്ക് കയറി നിൽക്കുമ്പോൾ നമ്മളെന്നാ പറയാനാ? ഇപ്പം എങ്ങനെയാ ഇങ്ങോട്ട് വന്നത്? വിട്ടതൊന്നുമല്ല നീ. അച്ഛനും അമ്മയും മാമന്മാരും കൂടെ അവിടെ ചെന്ന് ഭയങ്കര വഴക്കുണ്ടാക്കി. ഞങ്ങൾ പവിത്രയെ 3-4 ദിവസം വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പ്രകാശവട്ടാളം പറഞ്ഞു അമ്മയോട് ചോദിച്ചിട്ട് പൊക്കാൻ. അമ്മയോട് ചോദിച്ചപ്പോൾ എന്നോട് ചോദിക്കണ്ട എന്ന അമ്മ. ഒടുക്കം പ്രകാശേട്ടനെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചിട്ടാ അവരെന്നെയും കൊണ്ട് പോകുന്നത്. പവിത്ര പറഞ്ഞെടുത്തു. ഇനി അങ്ങോട്ട് തന്നെയല്ലേ തിരിച്ചു ചെല്ലേണ്ടത്? അതെനിക്ക് ഓർക്കാൻ പോലും വയ്യ. ആ സ്ത്രീയുടെ കൂടെ ജീവിക്കണ്ട. 1-2 മാസമല്ലല്ലോ, 1-2 വർഷമല്ലല്ലോ. ജീവപര്യന്തം ഇതിനേക്കാളും എത്ര ഭേദമാ. ആ ബന്ധം വേണ്ടെന്ന് വെച്ചാലാ പറയാൻ എളുപ്പമാണ്. പിന്നെ ഞാനെന്നാ ചെയ്യും? ഇവിടെ വന്നു നിന്നാൽ ഞാനൊരു അധികപ്പറ്റല്ലേ. കുറച്ച് ദിവസം എല്ലാവരും വലിയ സാധാവൊക്കെ കാണിക്കും. പിന്നെ എന്നെ കുറ്റം പറയും. കെട്ടിച്ചു വിട്ടതല്ലേ, സഹിച്ചും ക്ഷമിച്ചും നിൽക്കണ്ടേ, കണ്ടില്ല കേട്ടില്ലെന്ന് വിചാരിക്കണ്ടേ. ഇപ്പോൾ ഈ അലിവ് കാണിക്കുന്ന അച്ഛനും അമ്മയും പോലും എനിക്കെതിരെ തിരിയൂടെ. ഒഴിവാക്കിയ ഭാരം വീണ്ടും വന്ന് തലയിൽ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നീ എങ്ങനെ ജീവിക്കൂടെ അവിടെ ചെന്ന്? എനിക്കറിഞ്ഞൂടാ. സഹിക്കാൻ പറ്റാതാകുമ്പോൾ ഞാനൊരു കത്തെഴുതി വെച്ചിട്ട് സൂയിസൈഡ് ചെയ്യും, പവിത്ര നിരാശയോടെ പറഞ്ഞു. മിണ്ടിപ്പോരുത്. പറയുന്ന വർത്താനം 19-ാം വയസ്സിൽ ജീവിതം തീർത്ത് കളയാനോ? ശരിക്കും തുടങ്ങിയിട്ട് പോലില്ല. ജിബി അവളെ ശ്വാസിച്ചു. എൻ്റെ ജീവിതം എങ്ങനെയായിപ്പോയി. നീയെങ്കിലും രക്ഷപ്പെടണം പിയ. ബാംഗ്ലൂരിലെ കഷ്ടപ്പാടൊക്കെ നീ പറഞ്ഞല്ലോ. നീ ഒന്ന് മനസ്സിലാക്കണം. നിനക്ക് പഠിക്കാനെങ്കിലും ഭാഗ്യമുണ്ടല്ലോ. നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാലമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം. നീ അത് നിസ്സാരമായിട്ട് കാണരുത്. എൻ്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ നീ എന്തുമാത്രം ഭാഗ്യവതിയാണ്. കളയല്ല മോളെ ഈ ഭാഗ്യം. നീയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ബന്ധം വേണ്ടാന്ന് വെച്ചിട്ട് നിനക്ക് പോകുന്നൂടെ മോളെ? അതൊരു വിധിയാണ് ബിയ. കുറ്റവാളികളെ ശിക്ഷിച്ച് ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്തിറങ്ങണമെങ്കിൽ ശിക്ഷ കഴിയണ്ടേ? അതുപോലെ ഇതും. പ്രായപൂർത്തിയായി എന്നൊരു കുറ്റം ഞാൻ ചെയ്തു പോയി. ഉടനെ വീട്ടുകാരെല്ലാം കൂടെ ഒരു ശിക്ഷ വിധിച്ചു, കല്യാണം. ഇപ്പം ഞാൻ ആ ജയിലിൽ കിടക്കുക. അതിനകത്ത് കയറിയാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഒന്നിൽ മരിക്കണം, അല്ലെങ്കിൽ ചാവുന്നത് വരെ ശിക്ഷ അനുഭവിക്കണം. പവിത്രയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നപ്പോൾ ജിബിക്ക് സങ്കടം വന്നു. കുട്ടിത്തം മാറാത്ത മുഖത്ത് നൈരാശ്യവും ദുഃഖവും. എന്തെന്ത് കഴിവുള്ള പെൺകുട്ടിയായിരുന്നു. അസൂയ പോലും തോന്നിയിട്ടുണ്ട്. തിരിച്ചു പോകാതിരിക്കാൻ ഒരു വഴിയില്ലേ? ഇല്ലടി. ഞാൻ വന്നിട്ട് 4 ദിവസം കഴിഞ്ഞു. ഞണ്ടുകല്ലിലെ വീട്ടിലായിരുന്നു 2 ദിവസം. കരഞ്ഞും പറഞ്ഞും സങ്കടമൊക്കെ ഒരു വിധം ഒതുക്കി. 3-4 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകണം. എന്ത് വന്നാലും നീ കടും കൈയൊന്നും ചെയ്യല്ലേ. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. ഞാൻ വരാം. നീ തിരിച്ചു പോകുന്നത് വരെ ഞാൻ എന്നും വരാം കേട്ടോ. ജിവി അവളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ നൽകി. ജീവനോടിരുന്നാലേ നമുക്ക് കാണാനും സങ്കടം പറയാനൊക്കെ പറ്റത്തുള്ളൂ. അത് ഓർമ്മ വേണം. ജിവി അവളുടെ കവിളത്ത് തലോടി. പവിത്ര വേദനയുറഞ്ഞ് തണുത്ത ഒരു പുഞ്ചിരിയോടെ കേട്ടുനിന്നു.
നേരം പോക്കിന് പാറക്കടവിലെ ആഞ്ഞിലിച്ചൂട്ടിൽ ചീട്ട് കളിക്കാൻ പോയ ജോർജ് കുട്ടി തിരിച്ചു വന്നപ്പോൾ വിൻസിയോട് തിരക്കി. രാവിലെ പോയ ബിയാമോൾ ഇതുവരെ വന്നില്ലല്ലോ. അവൾ വരുമ്പോൾ ഉച്ച കഴിയും. പവിത്രയുടെ അങ്ങോട്ടല്ലേ പോയത്? ഉച്ച കഴിഞ്ഞല്ലോടി. വരുന്ന വഴിക്ക് അവൾ ഞണ്ടുമ്പുഴയിലെ വീട്ടിൽ കയറുമെന്ന് പറഞ്ഞത് ജൂലിയെ കാണാൻ. അവളും കൂടെ പഠിച്ചല്ലേ? വിൻസി പറഞ്ഞു. എന്നോട് അനുവാദം ചോദിക്കലും പറച്ചിലൊന്നും ഇല്ലെന്നായോ ഇപ്പോൾ അല്ലേ? അവൾ പോയപ്പോൾ പപ്പ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവൾക്ക് ബാംഗ്ലൂരിലേക്ക് പോകാൻ ഒട്ടും മനസ്സിലെങ്കിൽ വിടണോ? ജോർജ് കുട്ടി സംശയം പ്രകടിപ്പിച്ചു. ഇതന്നെ ഇപ്പം പെട്ടെന്നൊരു ബോധോദയം. വിൻസി ചോറ് വിളമ്പതിനിടയിൽ ആശ്ചര്യത്തോടെ ജോർജ് കുട്ടി നോക്കി. എടി, അവൾ അവിടെ ചെന്ന് 3.5 കൊല്ലം കഷ്ടപ്പെടണ്ടേ? അവൾ ഈ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഒരു വെളിച്ചം ഇല്ലാണ്ടായ പോലെ തോന്നിയത് നമുക്കൊന്ന് കാണണമെന്ന് വെച്ചാൽ ഓടിച്ചെല്ലാൻ പറ്റുന്ന ദൂരമാണ്. എനിക്ക് മയപ്രവാസമുണ്ട്, പക്ഷേ ഇത്രയും കാശ് മുടക്കിയിട്ട് അവളെ ഒത്തിരി നിർബന്ധിക്കാനൊന്നും പോകണ്ട കേട്ടോ. ജോർജ് കുട്ടി ചക്കക്കുരുവും മാങ്ങയും കൂടി കറി വെച്ചത് ചോറിലൊഴിച്ച് കുഴച്ചു. ജിബിയ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ 5 മണി കഴിഞ്ഞു. അപ്പോഴേക്കും ജോർജ് കുട്ടി പള്ളിവാതിക്കലേക്ക് പോയി കഴിഞ്ഞു. എവിടെ ആയിരുന്നല്ലേ നീ ഇത്രയും നേരം? പപ്പ വഴക്ക് പറഞ്ഞിട്ടാണ് പോയെ. ഓ, ഒന്നും പറയണ്ട. ഓരോരുത്തരെ കണ്ടും വർത്തമാനം പറഞ്ഞും ഒക്കെ വന്നപ്പോഴത്തേക്ക് നേരെ അങ്ങ് പോയി. നീ വല്ലതും കഴിച്ചായിരുന്നോ? പവിത്രയുടെ വീട്ടിൽ നിന്ന് ചോറുണ്ടു. അവൾക്ക് എന്നാ ഉണ്ടടി വിശേഷം? എൻ്റെ മമ്മി, അതൊരു കഥ തന്നെ കഥയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിൽ ചെന്ന് താമസിക്കുമ്പോൾ അവൻ്റെ വീട് പോലെ ഒക്കത്തില്ല. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എന്നാലും ഇത് കുറേ കടുപ്പമാണ് മമ്മി. ഓ, അതൊക്കെ ശരിയായിക്കോളും. പപ്പ എന്നോട് ഒരു കാര്യം പറഞ്ഞു. നിനക്ക് ബാംഗ്ലൂരിലോട്ട് പോകാൻ തീരെ മനസ്സിലെങ്കിൽ പോകണ്ടെന്ന്. എന്നിട്ട് അവൾ പ്രത്യേകിച്ചൊരു ഭാവമില്ലാതെ ചോദിച്ചു. ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ കാത്തിരുന്നവളാണ്. കേൾക്കുമ്പോൾ തുള്ളിച്ചാടേണ്ടവളാണ്. വിൻസിക്ക് അത്ഭുതമായി. 2 വർഷത്തിനകം പറമ്പ് മുറിച്ച് വിറ്റിട്ടാണെങ്കിലും നിന്നെ കെട്ടിച്ചു വിടും. അതുകൊള്ളാലോ. ആരുടെ കൂടെ? പവിത്ര കിട്ടിയ പോലെ ഏതെങ്കിലും ഓട്ടോ ഡ്രൈവറെയോ കടയിലെ കണക്കെഴുത്തുകാരനെയോ കൂലിപ്പണിക്കാരനെയോ ആരെങ്കിലും കിട്ടും. നമ്മുടെ സാമ്പത്തികത്തിന് ഒപ്പിച്ച് നോക്കിയാൽ മതിയല്ലോ. അതിന് വെച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചേക്കെ. ഞാൻ ബാംഗ്ലൂർക്ക് പോയിക്കോളാം. എനിക്ക് കല്യാണവും വേണ്ട, സന്യാസവും വേണ്ട. അതെന്താടി നിനക്കൊരു മനംമാറ്റം? എൻ്റെ മനസ്സ് മാറി. അത് പറഞ്ഞ് ജിബിയ അകത്തേക്ക് കയറിപ്പോയി. വിൻസിക്ക് അത് കണ്ട് ആശ്വാസം നിശ്വാസം മുതിർത്തു. 2 ദിവസത്തിന് ശേഷം ജിബിക്കൊരു ഫോൺ കോൾ വന്നു. വിൻസിയാണ് അറ്റൻഡ് ചെയ്തത്. അവർ അപ്പോൾ തന്നെ ജിബിയെ വിളിച്ച് ഫോൺ കൊടുത്തു. ആരാ? മറ്റേ ചെറുക്കനാ. അവൻ്റെ പൈസ കൊടുത്തില്ലല്ലോ. പതുക്കെ പറ. ജിബിയ ഫോൺ കാതോട് ചേർത്തു. ഹലോ, പൈസ ചോദിക്കാൻ വിളിച്ചതല്ല. ഞാൻ ആ പൈസയുടെ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുകയാണെന്നാണോ നിങ്ങളുടെ വിചാരം? പക്ഷേ മമ്മി എന്നോടായിട്ട് പറഞ്ഞതാ. എന്തായാലും കൊള്ളാം, നല്ല പാർട്ടിയാണ്. ഇത്രയും ദിവസത്തിനിടയിൽ ഒരു ഫോൺ കോൾ. ചത്തോന്നറിയാൻ വേണ്ടിയെങ്കിലും. അയ്യോ, ചാകാൻ വേണ്ടി ചേട്ടായിക്ക് ഒരു സുഖേടും ഇല്ലായിരുന്നല്ലോ. നല്ല മറുപടി. അയ്യോ സോറി, ഓർക്കാഞ്ഞിട്ടല്ല. വിളിച്ചിട്ട് എന്നാ പറയാനെന്ന് ഓർക്കുമ്പോൾ. ഹലോ, ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിച്ചൂടെ? അത് കേട്ട് ജിബിയെ ചിരിച്ചു. തിരിച്ചു പോകണ്ട ജിബി. വീട്ടിലിങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ മതിയോ? പോകണം. എങ്ങനെ പോകുന്നേ? കോട്ടയത്തു നിന്ന് ട്രെയിനിൽ. ടിക്കറ്റ് ബുക്ക് ചെയ്തോ? ഇല്ല. ഇവിടെ ആരുണ്ട് ബുക്ക് ചെയ്യാൻ? പിന്നെങ്ങനെയാ? ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തള്ളിക്കയറി പോകണം. മറുവശത്ത് മൈനോ. ചേട്ടായി ബുക്ക് ചെയ്തോ? ഞാൻ ചെയ്തു. പൈസ ഉള്ളവർക്ക് AC യിൽ കയറി പോകാമല്ലോ. ജിബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഫ്ലൈറ്റിൽ പോയാലോന്ന് ആലോചിച്ചതാ. പോക്കറ്റ് വീർത്തിരിക്കുക പൈസ നിറഞ്ഞിട്ട്. കളിയാക്കിയതല്ലേ. പോകുന്ന ദിവസം ഏതാണെന്ന് തീരുമാനിച്ചോ? അടുത്ത ഞായറാഴ്ച. തിങ്കളാഴ്ചയല്ലേ ക്ലാസ് തുടങ്ങുന്നത്? അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ജിബിയെ മിണ്ടാതെ നിന്നു. ശരി, വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. സൺഡേ കാണാം. വെക്കട്ടെ? ഓക്കെ, താങ്ക് യു. ജിബിയെ ഫോണിൽ നോക്കി. ഫോൺ കട്ടായിട്ടില്ല. ഒടുവിൽ അവൾ തന്നെ കട്ട് ചെയ്തു. പതിവ് പോലെ ട്രെയിൻ ലേറ്റാണെന്ന് അനൗൺസ്മെൻറ്റ് ഉച്ചഭാഷണിയിലൂടെ വരുന്നുണ്ട്. 11 മിനിറ്റ് ലേറ്റ്. ജോർജ് കുട്ടി ജിബിയോട് പറഞ്ഞു. ട്രെയിൻ വന്നു നിന്നാലുടൻ ലഗേജും പെറുക്കി ഓടാൻ തയ്യാറായി നിൽക്കുകയാണ് ജിബിയും ജോർജ് കുട്ടിയും. ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ ട്രെയിനിൻ്റെ ഏതറ്റത്താണെന്ന് നിശ്ചയം പോരാ. ദീപാവലി അവധി കഴിഞ്ഞുള്ള മടക്കയാത്രയായതിനാൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് തിരിയാൻ പറ്റാത്തത്ര തിരക്കുണ്ട്. ഹലോ പപ്പ. പരിചയ ശബ്ദം കേട്ട് ജിബിയ ഞെട്ടിത്തിരിഞ്ഞപ്പോൾ ജെയ്സൺ മുന്നിൽ. പപ്പായ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. ഹലോ ജിബി. ജെയ്സൺ ഷേക്ക് ഹാൻഡ് എന്ന് കൈ നീട്ടുമോ എന്ന് അവൾ ആശങ്കിച്ചെങ്കിലും അതുണ്ടായില്ല. വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ. ജെയ്സൺ ജിബിയോട് പരിഭവം പറഞ്ഞു. അയ്യോ, ഞാൻ കണ്ടില്ല, സൈലൻറ്റില്ല, അതാ. അവൾ പേഴ്സിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കി. 3 മിസ്ഡ് കോൾ. പപ്പ പൈസ കൊടുക്കണേ, ജിബിയെ ഓർമ്മിപ്പിച്ചു. ജോർജ് കുട്ടി ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് നോട്ടുകൾ എടുത്തെണ്ണി. എത്രയാ മോനെ? ജോർജ് കുട്ടി ചോദിച്ചു. ജിബിയുടെ കൈ കൊടുത്താൽ മതി, ഞാൻ വാങ്ങിച്ചോളാം. കൊടുക്കൂ പപ്പ. എത്രയാ? 600 700? ജോർജ് കുട്ടി 1000 കൊടുത്തു. ബാക്കിയുണ്ടെങ്കിൽ ജിബിയെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഇന്ന് ഭയങ്കര തിരക്കാണ്. ട്രെയിൻ വരുമ്പോൾ കയറിപ്പറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും.
ജെയ്സൺ മുന്നറിയിപ്പെന്നോണം പറഞ്ഞു. എന്നാ ചെയ്യാനാ, കയറിപ്പോയല്ലേ പറ്റൂ. ഞാൻ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ചെയ്താ. പക്ഷേ ഫ്രണ്ടിന് ഇന്ന് വരാൻ പറ്റില്ല. വേണമെങ്കിൽ ആ ടിക്കറ്റിൽ ജിബിക്ക് യാത്ര ചെയ്യാം. ജെയ്സൺ ഒരു ഓഫർ മുന്നോട്ട് വെച്ചു. അങ്ങനെ വേറൊരാൾക്ക് ആ ടിക്കറ്റിൽ പകരം യാത്ര ചെയ്യാൻ പറ്റുമോ? ജോർജ് കുട്ടി സംശയം പ്രകടിപ്പിച്ചു. പറ്റും, ഞാൻ TTRനോട് പറഞ്ഞു തിരുത്തിക്കൊള്ളാം, ജെയ്സൺ പറഞ്ഞു. എന്തായാലും ട്രെയിൻ വരട്ടെ, നോക്കാം. ജോർജ് കുട്ടി ട്രെയിൻ വരാൻ കാത്തു നിന്നു. ട്രെയിൻ എത്തിയപ്പോൾ എല്ലാ വാതിലുകളിലേക്കും യാത്രക്കാർ ഇരമ്പിയെടുത്തു. ജിബിയും ജോർജ് കുട്ടിയും ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ ലക്ഷ്യമാക്കി ലഗേജും തൂക്കി ഓടി. ജെയ്സൺ പറഞ്ഞതായിരുന്നു സത്യം. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഈച്ചകൾക്ക് പോലും കയറാൻ സ്ഥലമില്ല. എന്നിട്ടും ആളുകൾ ഞെരുങ്ങി കയറാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് സ്ഥിതി, ജെയ്സൺ ജോർജ് കുട്ടിയോട് പറഞ്ഞു. മറ്റേ ടിക്കറ്റിന് എത്രയാവും? അത് ചെറിയ തുകയുള്ളൂ. ഞാൻ നോക്കിയിട്ട് ജിബിയോട് പറഞ്ഞോളാം. ഇപ്പോൾ കയറാൻ നോക്ക്. ജെയ്സൻ്റെ ഔദാര്യം സ്വീകരിക്കണോ വേണ്ടയോ എന്ന് സംശയിച്ചതിന് ശേഷം ജോർജ് കുട്ടി അവളോട് പറഞ്ഞു. നിങ്ങളൊന്നിച്ച് ഒരേ സ്ഥലത്ത് പഠിക്കുന്നവരല്ലേ? ഇങ്ങോട്ട് വന്നപ്പോഴും ഈ പയ്യനല്ലേ സഹായിച്ചത്? നീ കയറിക്കോ മോളെ. ലഗേജ് എടുത്ത് കയറ്റാൻ ജെയ്സണും സഹായിച്ചു. ട്രെയിനുകളിൽ കയറി ടിക്കറ്റ് നോക്കി സീറ്റ് നമ്പർ കണ്ടുപിടിച്ചു. ജോർജ് കുട്ടിക്ക് കഷ്ടിച്ച് പുറത്തിറങ്ങാനുള്ള സമയമേ കിട്ടിയുള്ളൂ. അപ്പോഴേക്കും ട്രെയിൻ ചലിച്ചു തുടങ്ങി. ജോർജ് കുട്ടി പ്ലാറ്റ്ഫോമിലൂടെ നടന്നുകൊണ്ട് മകളെ നോക്കി കൈവീശി കാട്ടി. ഏതോ ചെറുപ്പക്കാരൻ്റെ ഒപ്പം മകളെ യാത്ര അയക്കുന്നതിൻ്റെ ആശങ്ക മുഴുവൻ ജോർജ് കുട്ടിയുടെ മനസ്സിൽ ബാക്കിയായി. ഒന്ന് യാത്ര പറയാൻ കൂടി പറ്റിയില്ല എന്ന നിരാശയും. അധ്യായം 17. 3 പേർക്ക് ഇരിക്കാവുന്ന സീറ്റുകളിൽ 5 പേർ വീതം തിങ്ങിത്തിരിങ്ങിയിരിക്കുകയാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ സാധിക്കാതെ കണ്ണിൽ കണ്ട ബോഗികളിൽ കയറിപ്പറ്റിയവരും റിസർവേഷൻ ഇല്ലാത്ത ഹ്രസ്വദൂര യാത്രക്കാരും റിസർവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള വെയിറ്റിംഗ് ലിസ്റ്റിലായവരും ആ കൂട്ടത്തിലുണ്ട്. ജെയ്സൺ തനിക്ക് കിട്ടിയ വിൻഡോ സൈഡ് സീറ്റിൽ ജിബിയെ ഇരുത്തി. അവളുടെ തൊട്ടടുത്തായി അവനും ഇരുന്നു. ജെയ്സൻ്റെ ഉടലിനോട് ചേർന്നിരുമ്മിയിരിക്കുമ്പോൾ ജിബയ്ക്ക് അസ്വസ്ഥത തോന്നിയിരുന്നു. പക്ഷേ അവൾ നോക്കിയപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. നാട്ടിലേക്ക് വന്ന ബസ് യാത്രയിൽ താൻ ജെയ്സൻ്റെ തോളത്ത് തലവെച്ച് ചാരി ഇറങ്ങിയിരുന്നത് കൂടി ഓർമ്മ വന്നപ്പോൾ ആദ്യം തോന്നുന്ന ഈർഷ്യ മാറി. വീട്ടിൽ നിന്ന് എന്തൊക്കെ സ്പെഷ്യലാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ജെയ്സൺ ചോദിച്ചു. സ്പെഷ്യലൊന്നുമില്ല, ജിബി കുസൃതിയോടെ പറഞ്ഞു. അത് തുണ, ഒന്നുമില്ലാതിരിക്കാൻ ഒരു സാധ്യതയില്ല, പ്രത്യേകിച്ച് ആദ്യത്തെ തവണ അവധിക്ക് വീട്ടിൽ പോയിട്ട് വരുമ്പോൾ. ആദ്യത്തെ അവധിക്ക് എന്താ പ്രത്യേകത? ജിബി ചോദിച്ചു. അതെ, ബാംഗ്ലൂരിലെ മെസ്സിലെ ഉണക്ക ചപ്പാത്തിയും വെള്ളരിച്ചോറും പുഴുവും പാറ്റയും ഒക്കെയുള്ള സാമ്പാറും ഒക്കെ മാസങ്ങളോളം കഴിച്ചിട്ട് പോയതല്ലേ. ആ ചരിത്രമൊക്കെ വീട്ടിൽ പറയുമ്പോൾ അവരെന്തെങ്കിലും ഉണ്ടാക്കി തന്നിടുമല്ലോ. എല്ലാം അറിയാമല്ലേ. ഞാൻ 2 വർഷത്തോളമായില്ലേ ഈ പോക്കും വരവും തുടങ്ങിയിട്ട്. മമ്മി എന്തൊക്കെയോ പാക്ക് ചെയ്ത് തന്നു വിട്ടിട്ടുണ്ട്. ആറ്റിൽ നിന്ന് മീൻ പിടിച്ച് ഉണക്കി അച്ചാറിട്ടത്, നാരങ്ങ അച്ചാറ്, കടുമാങ്ങ, പിന്നെ ചിപ്സ്, ചക്ക വറുത്തത്, അങ്ങനെ കുറേ. ഏത് ബാഗിലാണ് അതൊക്കെ? അടിച്ചു മാറ്റാൻ വേണ്ടിയാണോ? മനസ്സിലായി അല്ലേ? ജെയ്സൺ ചിരിയോടെ പറഞ്ഞു. ഞാനും കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ടാന്ന് പറഞ്ഞാലും അമ്മച്ചി കെട്ടിപ്പൊഞ്ഞ് തന്നുവിടും. അമ്മയെ വിളിക്കുന്നത് അമ്മച്ചിന്നാണോ? അതെ, ഞാൻ മമ്മിയെന്നും വിളിക്കും, അമ്മയെന്നും വിളിക്കും, അമ്മച്ചിന്നും വിളിക്കും, റോസാമ്മയെന്നും വിളിക്കും. ജിബി അത് കേട്ട് ചിരിച്ചു. പിന്നൊരു കാര്യം, ജെയ്സൺ സ്വരം താഴ്ത്തി, സ്പെഷ്യൽ ഐറ്റംസൊക്കെ ലോക്കുള്ള പെട്ടിയിൽ വെച്ച് സൂക്ഷിച്ചോണം, ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കട്ടു തിന്നും. എല്ലാവരുടെയും മുമ്പിൽ വിളമ്പാൻ പോയാൽ ഒറ്റ ദിവസങ്ങൾ കൊണ്ട് ടിന്നുകൾ ശൂന്യമാകും. അതൊക്കെ മമ്മി പറഞ്ഞയച്ചിട്ടുണ്ട്. എന്ന് വെച്ച് എല്ലാം ഒളിപ്പിച്ച് വെക്കരുത്. കൂട്ടുകാർക്ക് പങ്കിട്ട് കൊടുക്കാനുള്ളതും കരുതിയിട്ടില്ലേ? ഉണ്ട്. നന്നായി. TTR വരുമ്പോൾ കാണിക്കാൻ ID കാർഡ് ഉണ്ടോ? ജെയ്സൺ പെട്ടെന്ന് വിഷയം മാറ്റി. വോട്ടേഴ്സ് ID ഉണ്ട്, അത് മതിയോ? ആ, 18 വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. കഴിഞ്ഞ നവംബറിലായിരുന്നു. പപ്പ അപ്പോൾ തന്നെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി വോട്ടേഴ്സ് ലിസ്റ്റിൽ എൻ്റെ പേരെടുത്തു. പപ്പ രാഷ്ട്രീയക്കാരനാണോ? കുറച്ച്. കഴിഞ്ഞ മാർച്ചിൽ ഇലക്ഷനിൽ എന്നെക്കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ വേണ്ടി ചെയ്തതാണ്. പപ്പ ഏത് പാർട്ടിയാ? എനിക്ക് രാഷ്ട്രീയമൊന്നും അറിയാനോ വയ്യ. പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ പറയാം. അവരേത് പാർട്ടിയാണെന്ന് ചോദിച്ചാൽ ഒരു പിടിയുമില്ല. ഇന്ത്യൻ പ്രസിഡൻറ്റ്. പ്ലീസ്, നാണം കരുത്തല്ലേ. ജെയ്സൺ അവളുടെ കുസൃതിയും അപേക്ഷയും ഇറുകിയ കണ്ണുകളിലേക്ക് 2 നിമിഷം നോക്കിയിരുന്നു. ട്രെയിൻ തൃശ്ശൂർ കഴിഞ്ഞതോടെ തിരക്ക് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. രാത്രിയാവാൻ പോവുകയാണ്. റിസർവേഷൻ ഇല്ലാത്തവരെല്ലാം ബോഗിയിൽ നിന്നും പോയി കഴിഞ്ഞു. TTR വരുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളിൻ്റെ പേരും ജിബിയുടെ IDയും വയസ്സുമൊക്കെ ഒത്തുനോക്കി. അപ്പോൾ എന്തു ചെയ്യും? അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കൊന്നും അറിയത്തില്ല. ജിബിയെ പരിഭ്രമിച്ചു. പേര് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് യാത്ര ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഇറക്കി വിടും. ജിബിയെ കണ്ണൊഴിച്ചു. പേടിക്കടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ പേരും തൻ്റെ പേരും ഒന്ന് തന്നെയാണ്. എൻ്റെ അതേ പേരോ? പേര് മാത്രമല്ല, വയസ്സും. അതാരാ ഇത്ര കൃത്യമായിട്ട്? ജിബിയയ്ക്ക് ജിജ്ഞാസയേറി. താൻ തന്നെ, അവൻ കുസൃതിയോടെ പറഞ്ഞു. എനിക്ക് വേണ്ടിയിട്ട് കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നോ? എന്നോട് പറയാതെ? അവൾ ആശ്ചര്യത്തിൽ അവനെ നോക്കി. പിന്നല്ലാതെ, എന്നോട് നേരത്തെ പറഞ്ഞില്ലല്ലോ. ഒരു സർപ്രൈസായിട്ട് സൂക്ഷിച്ചതാ. ഞാൻ ഈ ടിക്കറ്റ് വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിലോ?
എൻ്റെ പൈസ റെയിൽവേ കൊണ്ടുവന്നു എന്ന് കരുതും. ഞാൻ കയറുമെന്ന് ചേട്ടായിക്ക് ഉറപ്പായിരുന്നു. എനിക്കറിയാം ഇന്നത്തെ തിരക്ക്. ഞാൻ കോട്ടയം ടു ബാംഗ്ലൂർ പലതവണ പോയി വന്നല്ലേ. ജിബിയ മുഖം താഴ്ത്തി ചിന്താധീനനായിരുന്നു. അല്പം കഴിഞ്ഞ് വീണ്ടും അവനെ നോക്കി. ആ നോട്ടത്തിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് ജെയ്സന് തോന്നി. രാത്രി കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അവൻ വിഷയം മാറ്റി. ഇല്ല, കഴിച്ചിട്ടാ പോകുന്നത്. എപ്പോൾ കഴിച്ചു? ഉച്ചയ്ക്ക്. അത് മതിയോ? രാവിലത്തേക്കുള്ള സൂക്ഷിക്കാനുള്ള സൗകര്യം വയറ്റിൽ തന്നെ ഉണ്ടോ? രാത്രി അയവെട്ടിയാൽ മതിയായിരിക്കും, ആടിനെ പോലെ. ജിബിയ മുഖം കുനിച്ചിരുന്ന് ചിരിച്ചു. ട്രെയിനിൽ ചിലരൊക്കെ ബർത്ത് നിവർത്തി തുടങ്ങിയിരുന്നു. പാലക്കാട് കഴിഞ്ഞ് കുതിച്ചു പായുകയാണ് ട്രെയിൻ. ജെയ്സൺ തൻ്റെ ബാഗിൽ നിന്ന് ഫുഡ് പാക്കറ്റുകൾ എടുത്തു. അതിലൊന്ന് ജിബിയയ്ക്ക് നേരെ നീട്ടി. അവൾ അപ്പോൾ തന്നെ നിരസിച്ചു. എനിക്ക് വേണ്ട. ട്രെയിനിൽ വെച്ച് അന്യർ തരുന്ന ഭക്ഷണം വഴിക്ക് വാങ്ങി കഴിക്കരുതെന്നല്ലേ ഉള്ളൂ. ഞാൻ അന്യനല്ലല്ലോ. വേണ്ടാൻട്ടാ. വീട്ടിൽ നിന്ന് ഞാൻ അമ്മച്ചിയെ കൊണ്ട് ചോറും കറിയും പാക്ക് ചെയ്യിച്ച് കൊണ്ടുവന്നതാണ്. കഴിച്ചില്ലെങ്കിൽ എന്നെ എൻ്റെ അമ്മച്ചിയും ആക്ഷേപിക്കുന്ന പോലെ തന്നെയാണ്. എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണ്. വിശപ്പില്ലെങ്കിൽ ഇത് വാങ്ങിച്ച് ആ ജനാലിൽ കൂടെ എറിഞ്ഞു കളഞ്ഞേക്ക്. തങ്ങളുടെ സംഭാഷണത്തിൽ മറ്റുള്ളവർ ചെവിയേർക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ജിബിയയ്ക്ക് ആ ഭക്ഷണപ്പൊതി വാങ്ങി മടിയിൽ വെച്ചു. ജെയ്സൺ തൻ്റെ ഭക്ഷണപ്പൊതി അഴിച്ച് വിടർത്തി വെച്ചു. നാടൻ കുത്തരിച്ചോറിൻ്റെ വറുത്തരച്ച കറിയുടെയും മറ്റും ഗന്ധം വായുവിൽ കലർന്നു. ജിബിയ അനങ്ങാതിരിക്കുകയാണ്. ജെയ്സൺ ചോദിച്ചു, കഴിക്കുന്നില്ലേ? പിന്നെ കഴിച്ചോളാം. ജെയ്സൺ അഴിച്ച പൊതി ജിബിയുടെ മടിയിലേക്ക് വെച്ച് കൊടുത്തു. പകരം അവൾ അഴിക്കാതെ വെച്ചിരുന്നെടുത്ത് ജിബിയ പകച്ചു നോക്കിയപ്പോൾ അവൻ അവളുടെ മൂക്കിൻ തുമ്പിന് നേർക്ക് വിരൽ ചൂണ്ടി. കഴിക്കടിയത്. ആരെ കാണിക്കാനായി ഈ ജാട? എൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാം, എന്നിട്ട് വേഷം കെട്ട്. ജെയ്സൻ്റെ ദേഷ്യം കണ്ട് ജിബിയ വരണ്ടുപോയി. അവൾ വേഗം മടിയിലിരുന്ന പൊതിയിൽ നിന്നും ചോറ് വാരി തിന്നാൻ തുടങ്ങി. അതിനിടയിൽ ജെയ്സനോട് പറഞ്ഞു, കഴിക്ക് ചേട്ടായി, ഇപ്പോഴും ചെറിയ ചൂടുണ്ട്. ജെയ്സൺ പുഞ്ചിരിച്ച് തല കുലുക്കി. ജെയ്സൺ ചോറ് പൊതി അഴിച്ച് മടിയിൽ വെച്ച് കഴിക്കാൻ തുടങ്ങി. കറിയൊക്കെ സൂപ്പറാണല്ലോ. അമ്മച്ചി ഉണ്ടാക്കിയതാണോ? അതെ. ഇഷ്ടപ്പെട്ടോ? നല്ല ടേസ്റ്റ്. 2 പാക്കറ്റ് എടുത്തപ്പോൾ അമ്മച്ചി ചോദിച്ചില്ലേ ആർക്കാണെന്ന്? ചോദിച്ചു. ജെയ്സൺ തലയാട്ടി. അന്നേരം എന്നെ പറഞ്ഞു? ഊഹിക്കാമോ? ഫ്രണ്ടിനാണെന്ന്. അല്ല, പിന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടിയാണെന്ന്. ജിബിയുടെ നെഞ്ചിന് തീരെ ഒരു തീത്തുള്ളി പാഞ്ഞു. അവൾ ഒരു നിമിഷം അവനെ ഉറ്റുനോക്കി. പിന്നെ മുഖം താഴ്ത്തി ഒരു ഉരുള ചോറ് കൂടി കഴിച്ചു. എല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നോ? പെട്ടെന്നായിരുന്നു ചോദ്യം. ജെയ്സൺ ഒന്ന് പതറി. അങ്ങനെ ഒളിച്ചു കളിയൊന്നുമില്ല. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ എൻ്റെ കൂടെ കൊണ്ടുപോകണം. ഞാൻ അവൾക്ക് കാവലായി നിൽക്കണമെന്നൊരാഗ്രഹം. ജിബിയ താൻ അറിയാതെ തരളിതയായി. അത് മറയ്ക്കാൻ വേണ്ടി കുറച്ച് ചോറ് കൂരി വായിലിട്ട് ചവച്ചു. എന്നിട്ട് സാധാരണ മട്ടിൽ തിരക്കി. അമ്മ ചോദിച്ചില്ലേ ആരാണെന്ന്? ചോദിച്ചു. എന്നിട്ട് അമ്മയോട് ഞാനെല്ലാം പറഞ്ഞു. എന്തെല്ലാം? നമ്മൾ തമ്മിൽ ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ളതെല്ലാം. ഇന്നലെ വരെ എന്നാ ഉണ്ടായേ? ജിബിയെ പരിഭ്രമിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഒന്നിച്ച് കോട്ടയത്തേക്ക് ബസ്സിൽ വന്നില്ലേ, അതൊക്കെ. ഭക്ഷണത്തിന് ശേഷം രണ്ടുപേരും കൈയഴുകി വന്നു. ജെയ്സൺ അവളുടെ ബർത്ത് നമ്പറുകൾ ജിബിയയ്ക്ക് കാട്ടിക്കൊടുത്തു. ഒരു അപ്പർ ബർത്തും ഒരു മിഡിൽ ബർത്തും. ഇതിലേത് വേണം നിനക്ക്? ചേട്ടായി തന്നെ പറഞ്ഞാൽ മതി. എനിക്കിതൊന്നും അറിയില്ല. ഞാൻ അപ്പർ ബർത്തിൽ കിടന്നോളാം. ജിബിയ മിഡിൽ ബർത്തിൽ കയറിക്കോ. അവൾക്ക് പിടിച്ചു കയറാനൊന്നും വശമില്ലായിരുന്നു. ജെയ്സൺ കൈപിടിച്ച് കയറ്റി. ഹാൻഡ് ബാഗ് തലയണയെ വെച്ചുകൊണ്ട് അവൾ ഒരു വശം ചരിഞ്ഞു കിടന്നു. കംഫർട്ടബിൾ ആണോ? ജെയ്സൺ ചോദിച്ചു. ചേട്ടായി എന്നോടെന്തിനാ ചൂടായത്? ജിബിയെ പരിഭവിച്ച് ചോദിച്ചു. ആ അതോ, ജാട കാണിച്ചിട്ട്. നമ്മളൊരാളെ കൈവെള്ളയിൽ എടുത്തു വെച്ച് കൊണ്ടു നടക്കുക. ബാംഗ്ലൂരിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിരികെ കൊണ്ടുപോകുന്നു, ഫുഡ് കൊടുക്കുന്നു. അതിനൊക്കെ ഒരുമാതിരി പുല്ലുവല. ദേഷ്യം വരാതിരിക്കുമോ? എന്നോട് മാത്രം ഇത്രയും അടുപ്പം കാണിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി. ഞാനും മറ്റുള്ളവരെ പോലെ തന്നെയല്ലേ? എനിക്കെന്താ പ്രത്യേകത? അതെനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. താനും പപ്പയും കൂടി അന്ന് ബാംഗ്ലൂർക്ക് പോകാൻ ട്രെയിനിൽ കയറിയില്ലേ? ആദ്യം കണ്ടപ്പോഴേ എനിക്കൊരു തോന്നലുണ്ടായി, ഇതെൻ്റെ വേണ്ടപ്പെട്ട ആരോവാണെന്ന്. എനിക്കങ്ങനെ തോന്നിയില്ലല്ലോ. പറഞ്ഞത് വേണ്ടായിരുന്നെന്ന് അവൾക്ക് തോന്നി. ജെയ്സൻ്റെ മുഖം മങ്ങുന്നത് അവൾ കണ്ടു. സോറി, ഞാനൊന്നും വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അവൾ ക്ഷമാപണം നടത്തി. ജെയ്സൺ ഒന്നും മിണ്ടാതെ എതിർവശത്തുള്ള അപ്പൻ പുറത്തിൽ കയറി അവിടെ സൗകര്യപ്രദമായി കിടന്നു. ചെരിഞ്ഞു കിടന്നു നോക്കുമ്പോൾ ജിബിയ കിടക്കുന്നത് കാണാം. അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് കിടന്നു. അവൻ നോക്കുന്നുണ്ടെന്ന് കണ്ടെന്ന് ജിബിയ പതിയെ കണ്ണുകൾ പൂട്ടി. വളവുകൾ ഇരുമ്പു ചക്രങ്ങൾ ഉരസിയുണ്ടാക്കുന്ന ശബ്ദത്തിലും
ട്രെയിനിൻ്റെ കുലുക്കത്തിലും പാലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴത്തെ മുഴക്കത്തിലും ഇടയ്ക്കിടെ ഞെട്ടിയുണർന്നും മയങ്ങിയും ജിബിയ നേരം വിളിപ്പിച്ചു. 7 മണിയോടെ ട്രെയിൻ ബാംഗ്ലൂർ മജസ്റ്റിക്കിലെത്തി. ജിബിയ അതിരാവിലെ തന്നെ ഉണർന്നെണീറ്റിരിപ്പുണ്ടായിരുന്നു. 6:30 അവൾ ജെയ്സനെ വിളിച്ചുണ്ടെത്തി. മജസ്റ്റിക്കിൽ ഇറങ്ങിയപ്പോൾ ലഗേജ് എടുക്കാൻ ജെയ്സൺ അവളെ സഹായിച്ചു. പുറത്തിറങ്ങിയ ശേഷം ഒരു കോഫി ഷോപ്പിൽ കയറി അവർ ചായയും ഇഡ്ഡലിയും കഴിച്ചു. പിന്നെ ഓട്ടോറിക്ഷ വിളിച്ച് ഹോസ്റ്റലിലേക്ക് തിരിച്ചു. ജിബിയ ധർമ്മസങ്കടത്തിലായിരുന്നു. ജെയ്സൺ തന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടാൽ അത് മറ്റുള്ളവർക്കാണ്. പലരിലും സംശയം ജനിച്ചെന്ന് വരാം. അവളുടെ ആശയക്കുഴപ്പം മനസ്സിലാക്കിയതുപോലെ ജെയ്സൺ പറഞ്ഞു, നിങ്ങളെ ഹോസ്റ്റലിൽ ഞാൻ ഇറങ്ങുന്നില്ല. കൊണ്ടുവിട്ടിട്ട് ഞാൻ ഈ ഓട്ടോയിൽ തന്നെ എൻ്റെ ഹോസ്റ്റലിലോട്ട് പോയിക്കൊള്ളാം. ടെൻഷൻ അടിക്കണ്ട. അത് കേട്ടപ്പോൾ ജിബിയയ്ക്ക് വല്ലാത്തൊരു ചാള്യം തോന്നി. ജിബിയെ ഹോസ്റ്റൽ ഗേറ്റിൽ എത്തിച്ച ശേഷം ജെയ്സൺ അതേ ഓട്ടോറിക്ഷയിൽ തിരികെ പോയി. ഓട്ടോറിക്ഷയിൽ ലഗേജ് ഇറക്കുന്നതിനിടയിൽ ജിബിയ അവനോടൊരു നന്ദി വാക്കുപോലും പറഞ്ഞതുമില്ല. ഹോസ്റ്റലിൽ ജിബിയുടെ സഹപാഠികൾ ചിലരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. നീ എങ്ങനെ വന്നത്, ബസ്സിലാണോ? ലിയ തോമസ് പറഞ്ഞു. അല്ല, ട്രെയിനിൽ. ഐലൻഡ് എക്സ്പ്രസ്സിലോ? അതെ. എവിടുന്നാണ് കയറിയത്? ആലുവായിൽ നിന്നാണോ? അല്ല, കോട്ടയത്തുനിന്ന്. പോടി, കള്ളം പറയാതെ. ഞങ്ങളും അതിലാണല്ലോ വന്നേ. ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊന്നും കണ്ടില്ലല്ലോ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, അതിലാ വന്നേ. ആണോടി? ഭർത്തൊക്കെ ഉണ്ടായിരുന്നോ? പിന്നല്ലാതെ. ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. ആണോ? ഞങ്ങൾ തിങ്ങി ഞെരുങ്ങി വശം കെട്ടുപോയി. ഒരു പോള കണ്ണടച്ചില്ല. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോഴും നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ ട്രെയിനിൻ്റെ മറ്റേ അറ്റത്തല്ലായിരുന്നു. ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്കും നിങ്ങളൊക്കെ പോയി. ജിബിയ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. ഒപ്പം അതിലൊരു വലിയ കള്ളവും ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ക്ലാസ് മുറിയിലേക്ക് പോകാനുള്ള തിരക്കിലായി. ലിയോയും ബെറ്റിയും ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. ഉറങ്ങണം. രാത്രി ഉറങ്ങിയിട്ടേയില്ലായിരുന്നല്ലോ. 150 രൂപ ഫൈൻ കെട്ടേണ്ടി വരും. ട്രീസ മുന്നറിയിപ്പ് നൽകി. ഒരു അധ്യയന ദിവസം അറ്റൻഡൻസ് നഷ്ടപ്പെടുത്തിയാൽ പെനാൽറ്റിയാണ് 150 രൂപ. പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ്. ഇതിൻ്റെ അടുത്ത അധ്യായത്തിനായി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവർക്കും ഒത്തിരി സ്നേഹം. നന്ദി.